എടാ കൊളലൂത്ത് കൊളന്നാടാ നാവുമ്മ കിടക്കണത് വെറുതെ കേൾപ്പിക്കാൻ നിക്കണ്ട. ഇജ്ജാടാ ലീഗിനുണ്ടാക്കാന്. ലീഗ് എവിടെ കിടക്കണു? ഇജ്ജവിടെ കിടക്കണു. ആർക്ക് ഒരൊറ്റ മണ്ഡലം മാത്രം നോക്കിയാൽ മതി. ലീഗിന് എല്ലാ മണ്ഡലങ്ങളും നോക്കണം, നാടിനെ നോക്കണം, രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ഒരു പ്രസ്ഥാനമാണ് ലീഗ്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. പക്ഷെ ഇജ്ജ് ലീഗിനുണ്ടാക്കാൻ നോക്കണ്ട കേട്ടോ. ലീഗ് എവിടെ കിടക്കണോടാ? കോൺഗ്രസിന്റെ നട്ടെല്ലാണ് ലീഗ്. ലീഗിന്റെ ചെക്കന്മാര് പണിയെടുത്താണ് പല മണ്ഡലങ്ങളിൽ നിന്ന് കോൺഗ്രസ് ജയിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രവർത്തകർ പണിയെടുക്കണേക്കാൾ ഡബിൾ ത്രിബിൾ ആയിട്ട് പണിയെടുക്കണാണ് ലീഗിന്റെ ചെക്കന്മാര്, ലീഗിന്റെ പ്രവർത്തകര്. ഇജ്ജ് വെറുതെ ഉണ്ടല്ലോ നാവുമ്മ കിടക്കണം കേൾപ്പിക്കാൻ നിൽക്കണ്ട. അതിന് ആയിട്ടില്ല. കണക്ക് അന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഇജ്ജ് പാർട്ടിയുടെ കാര്യം മാത്രം, ഇജ്ജ് പാർട്ടി കൂട്ടം പറയണ്ട. ഇജ്ജ് അതിന് ആയിട്ടില്ല, വളർന്നിട്ടില്ല ഇജ്ജ് കേട്ടോ. നിങ്ങൾ ഈ കളി കളിക്കണത് എന്തിനാന്നൊക്കെ നമുക്കറിയാം. ഒരു കാര്യം പറഞ്ഞുതരാ. ഇലക്ഷന്റെ മുന്നേ പല്ല് കഴിഞ്ഞ സിംഹം ഡൽഹിയിൽ പോയി. അത് എന്തിനാ പോയതെന്ന് എല്ലാവർക്കും അറിയാം. ഈ ചെക്കനെ എങ്ങനെയും നിങ്ങൾക്ക് തളർത്തണം അല്ലെ? നാടിന് വേണ്ടി 140 മണ്ഡലങ്ങളിൽ നടന്ന് പ്രവർത്തിച്ച് അധ്വാനിച്ച് പോരാടേണ്ടവരോട് പോരാടിയിട്ട് നേടിയ വിജയമാണ് ഈ വിജയം. ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് കംപ്ലീറ്റ് അണക്കും പല്ല് കൊയിന്റെ കണ്ണൂരിന്റെ സിംഹത്തിനും എടുക്കണം അല്ലേ? ഇവിടെ MLA അല്ലാത്ത ഓൾ ഇന്ത്യ കോൺഗ്രസിന്റെ ഒരു കുലണ്ട എന്ന് പറഞ്ഞ മറ്റുണ്ടല്ലോ, ഓനും ഈ പല്ല് കൊയിന്റെ സിംഹത്തിന് പണിയാണ് ഈ പണി. ഇവ പണം നയിച്ചവനാ, അവനെയാണ് ഇവിടെ നായകനാക്കേണ്ടത്. അല്ലാതെ പല്ല് കൊയിന്റെ സിംഹത്തിന് മറ്റേ ഡൽഹി കടന്ന് മറ്റോനല്ല. ഓൻ ഡൽഹിയിൽ കടന്ന് കുറെ കളിച്ചിട്ട് എന്താ ഉണ്ടാക്കിയത്? എവിടെയെങ്കിലും നേട്ടം ഉണ്ടാക്കിയോ? ഉണ്ടാക്കിയോടത്തൊക്കെ പോയുള്ളൂ. എവിടെയെങ്കിലും കിട്ടിയ സ്ഥലങ്ങളുണ്ടോ? ഒരു കാര്യം പറഞ്ഞുതരാം. VD സതീശനല്ലാത്തൊരു നേതാവിനെ ഞങ്ങൾക്ക് വേണ്ട. VD സതീശനല്ലാത്ത വേറൊരാളെ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി വേണ്ട. VD സതീശനല്ലാത്ത വേറൊരാളെ കേരളത്തെ നയിക്കാനും വേണ്ട. കാരണം പറഞ്ഞ വേണ്ട. പൊന്നു മുത്തുമണികളെ, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഓൻ കേൾക്കണം. ഇത് ജനങ്ങളുടെ വികാരമാണ്. കാരണം പറഞ്ഞ വേണ്ട. മനസ്സിലായില്ലേ? ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കോൺഗ്രസ് ഇതുക്കും വലിയ അധംപതനത്തിലേക്ക് പോകും. ഇന്ന് CPM പോയ അതേ സെയിം അതിന്റെ ഡബിൾ ത്രിബിൾ അധംപതനത്തിലേക്ക് നമ്മളെ പാർട്ടി പോകും. ആ പാർട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് VD സതീശൻ അവർകളല്ലാത്ത ഒരു നേതാവിന് കേരളത്തിന് വേണ്ട. കോൺഗ്രസ്സുകാരായ നല്ല ആള് അല്ല, LDFന്റെ ആളുകള്, CPMന്റെ നല്ല ആളുകളടക്കം പറയുന്നത് എന്താണ്? VD സതീശൻ അവർക്ക് ചാൻസ് കൊടുക്കണം എന്നുള്ളതാണ്. ഇത് പല്ല് വൈന സിംഹത്തിന്റെയും ഡൽഹിയിലുള്ളവന് കളിയാണ് ഈ കളി. ഈ കളിക്ക് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി നിൽക്കാൻ പാടില്ല, ഹൈക്കമാൻഡ് നിൽക്കാൻ പാടില്ല. തെരുവിലിറങ്ങണം. VD സതീശനല്ലാത്ത വേറൊരാൾക്ക് അവസരം കൊടുത്തു കഴിഞ്ഞാല് കേരളത്തിലെ കോൺഗ്രസിന്റെ ആൺകുട്ടികള്, ലീഗിന്റെ ആൺകുട്ടികള് ഇറങ്ങി പ്രതിഷേധിക്കന്നെ വേണം. നമുക്ക് അഭിപ്രായങ്ങൾ പറയാം. ഇപ്പൊ പലരും പറയും പിന്നെ ഇതൊരു പാർട്ടി പ്രവർത്തകനല്ലേ, അത് പാലിക്കണം ഇത് പാലിക്കണം. നമ്മളെ പാർട്ടി ജനാധിപത്യ പാർട്ടിയാണ്. ഓരോ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റ് പൊതുജനങ്ങളെ മുന്നിൽ തന്നെ പറയണം. അവിടെ വെച്ച് തിരുത്തും വേണം. അപ്പോഴേ അവരുടെ പാർട്ടി വളരുള്ളൂ. അല്ലാതെ പാർട്ടിയുടെ നേതാക്കന്മാര് പറഞ്ഞ മതി പൊതുവികാരം പുറത്ത് പ്രകടിപ്പിക്കുക ചെയ്യും, പറയുക തന്നെ ചെയ്യും. വീണ്ടും പറയുന്നു, VD സതീശൻ അവർക്കല്ലാത്ത ഒരു ആളെയും വേറെ മുഖ്യമന്ത്രി സ്ഥാനത്ത് കൊടുന്ന് നിർത്തിയാല് അപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നതേ. ഒരു കാര്യം പറഞ്ഞാ 5 വർഷം ഭരിക്കൂല. VD അല്ലാത്ത ഒരാളെ മുഖ്യമന്ത്രി ആക്കി കഴിഞ്ഞാല് 5 വർഷം ഈ കോൺഗ്രസ് പാർട്ടി പൂർത്തിയാക്കൂല എന്നുള്ള കാര്യം ഒരു സംശയം വേണ്ട. ഇനി കാണാൻ പോണ പൂരം ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമല്ലോ. അപ്പൊ കാണാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ പറ കേട്ടോ. ഇതിന്റെ ബാക്കിയുള്ള അപ്പൊ പറ. ഓക്കെ.